പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിടുന്ന് മുത്തശ്ശനെ ഇറക്കി വിട്ടതുകൊണ്ട് 3 പേരുടെ സ്വന്തം വീട്ടിലേക്ക് പോരുവാണ് നമ്മുടെ രേവതിയും വേണുവും അനാമികയും. എന്നിട്ട് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചെടുക്കണമല്ലോ. അതുകൊണ്ട് വേണു പറയുന്നുണ്ട്, ഇപ്പോഴും നീ നിയമപരമായി അനിയുടെ ഭാര്യ ആയതുകൊണ്ട് ആ തറവാട്ടിൽ നിനക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, ഉറപ്പായിട്ടും നമുക്ക് നഷ്ടപരിഹാരം മേടിച്ചെടുക്കണം മോളെ എന്ന്. പിന്നീട് ജാനകിയാണ് കാണിക്കുന്നത്. ജാനകി അനിയോട് പറയുവാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പം ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്ന്. അതുപോലെ വേറെയും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ജലജ അഭിയോട് പറയുന്നുണ്ട്, മാക്സിമം അനാമികയെ കുത്തിയിളക്കി വിടണം, അവളൊരു ബോംബ്, അതുകൊണ്ട് ഈ കുടുംബത്തെ നാറ്റിക്കാനുള്ളത് അവൾ ചെയ്തോളും, തകർക്കാനുള്ളത് അവൾ ചെയ്തോളും എന്ന് പറയുവാണ്. അതുപോലെ തന്നെ അനാമികയുടെ അടുത്തേക്ക് അഭി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അനാമികയെ ഇളക്കി വിടുവാണ്. ആ കുടുംബത്തിലുള്ള പല സത്യങ്ങളും നിനക്കറിയാലോ, നീ അത് തുറന്നു പറ മീഡിയയ്ക്ക് മുന്നിൽ എന്ന് പറയുന്നു. ഏതായാലും അന്നേരം അനാമിക പറയുന്നുണ്ട്, ആ കുടുംബത്തെ എത്രത്തോളം സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന്. ഇതെല്ലാം കഴിഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ നയനയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു പ്രൊമോ.